ഒന്നും പറയാതിരിക്കലാ നല്ലത്. കൊറേ ആയിട്ട് ഗൾഫിൽ തന്നെയാണ്, ഇങ്ങനെ വന്നു പോയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് എന്താ അറ്റാക്ക് എന്താ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ട്. എന്തായാലും അവരെ കാര്യം ഭയങ്കര ഇതാണ്. അസ്സലാമലൈക്കും. എവിടുന്നാണ് രണ്ടാളും കൂടിട്ട്? ഞങ്ങളാ മരിച്ച വീട്ടിൽ നിന്ന് വരല്ലേ? അതെ. അപ്പൊ മയ്യത്ത് അവിടുന്ന് കൊണ്ടുവരുന്നുണ്ടാകുന്നത്? ഇല്ല, മയ്യത്ത് അവിടെ വെച്ച് അടക്കാനാണ് പരിപാടി. അതെ, ഞങ്ങളിപ്പോ ആ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കണം. ഭയങ്കര ഒരു അവസ്ഥയാണ് അവിടുത്തത്. കൊണ്ടൊന്നുമില്ല എന്നാണ് അറിയുന്നത്. കാരണം ഭയങ്കര ചെലവല്ലേ. വിധം പ്രവാസികളൊക്കെ അവസ്ഥ അതൊക്കെ തന്നെ. ഓന് കഷ്ടപ്പെട്ട് ഓന്റെ പെൺകുട്ടികൾക്ക് വേണ്ടിട്ടാ. എന്താ പറയാ, ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തീർക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോവുക. എന്നിട്ടൊന്നും മരിച്ചു കഴിഞ്ഞാൽ പോലും നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരാൻ പറ്റൂല. കാരണം അത്രയും പൈസയാണ്. അതന്നെ ചെലവാണ് മെയിനായിട്ട്. അല്ല, ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതിപ്പോ ഈ പ്രവാസികളെ ഇത് ആൺകുട്ടികളുണ്ടായിട്ടും പെൺകുട്ടികളുണ്ടായിട്ടും കാര്യമില്ല. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബർസ്ഥാനിൽ പോയിട്ട് നമുക്ക് ദ്വാരക്കാനുള്ള ഒരു ഇതും കൂടി ഇല്ലല്ലോ. ശരിയാണ്. ആ സ്ഥലത്ത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ മക്കള് പോയിട്ട് ഖബർസ്ഥാനിലൊന്ന് ഒന്ന് യാസീനോദേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ആ ഖബറിൽ കിടക്കണ അവർക്കൊരു ഇത് കിട്ടൂലേ സാറേ. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യ അവസ്ഥ. അപ്പൊ ഞാനിപ്പോ പ്രവാസി അല്ലെങ്കിലും എനിക്ക് ഇന്ത്യ ഖബറിങ്ങ വന്നിട്ട് ഖബറിങ്ങ വന്നിട്ട് ഇതാവാൻ എനിക്ക് 3 പെൺകുട്ടികളായിട്ട് പറച്ചോ നിൽക്കണേ. നിനക്ക് പെൺകുട്ടികളെ തന്ന ഒരു ബർക്കത്താണ്. അതിനൊരു വഴി കണ്ടിട്ടുണ്ടാവും. എന്നാലും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ നമ്മളെ മക്കള് നമ്മളെ ഖബറിങ്ങ വന്നിട്ട് നമ്മള് മരിച്ചു കഴിഞ്ഞാല് ഒന്നൊരു യാസീൻ ഓതാന്നുള്ളവരിത്. ഇതിപ്പോ പ്രവാസിന്റെ ഇന്ത്യ അവസ്ഥ അതാണ്. അല്ലെങ്കിൽ തന്നെ ടെൻഷനിലാണ് നിക്കണത്. എന്തായാലും ഇപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ പെൺകുട്ടികളെന്നുണ്ടെങ്കിൽ അതിൽ പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ടെൻഷന്റെ മേലെ ടെൻഷൻ ആക്കല ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ അവസ്ഥ അവിടെ അത് എന്റെ അവസ്ഥ എന്താണ്. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പഠിച്ചവൻ തരണല്ലോ. മക്കൾക്ക് പറ്റുമോ? പെൺകുട്ടികൾക്ക് പറ്റൂലല്ലോ. പറച്ചോന്റെ ആൺകുട്ടിയെ തന്നിട്ടില്ലേ? ആ ചെറിയ കുട്ടികളെ കാണുമ്പോ ഉണ്ടല്ലോ, പൈത മക്കളെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഇതൊക്കെ ഓർമ്മയില് വരികയാണ്. അല്ല, പെൺകുട്ടികൾ പഠിച്ചോൻ തീരുമാനിക്കണല്ലേ. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ കേൾക്കണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങോട്ട് പോവാതെ ഇവിടെ വരെ വന്നിട്ട് നിക്കണ ഞങ്ങൾ. പോട്ടെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ അവിടുത്തെ ടെൻഷൻ ഒന്ന്, ഇവന്റെ ടെൻഷൻ ഒന്ന് വേറെ. പിന്നെപ്പോന്ന് പറഞ്ഞാല് അവൻ പറഞ്ഞാലും കാര്യണ്ട്. ഈ ഗൾഫില് മരണപ്പെട്ടു അവിടെ തന്നെ അടക്കി കഴിഞ്ഞാല് ആരാണോ ഒന്ന് പോണ്? ഖബറുകൾക്ക് ആരെങ്കിലും പോവാനോ നോക്കാനോ ചെയ്യാനുണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുള്ള വാപ്പാരും അങ്ങനൊക്കെ തന്നെ. ഇവൻ മരിച്ചു കഴിഞ്ഞാല് പെൺകുട്ടികൾ എന്തായാലും ഖബറുകൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് മരുമക്കളൊക്കെ പോയെങ്കിൽ പോയി. അതാണ് ഇവരെ അവസ്ഥകളൊക്കെ. എന്താണ് ഒന്നും ഓർക്കാൻ വയ്യട്ടാ. അപ്പൊ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ എന്നുള്ളത് ഒരു ബർക്കത്താണ്. എന്തായാലേ ടെൻഷൻ താങ്ങാൻ പോയി നമ്മ പിരിയാ. നാളെ കാണുന്ന.